കേരളം പാകിസ്ഥാനാണോ ഇപ്പോൾ ആകെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രി മാപ്പ് പറയണം, രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. മഹാരാഷ്ട്ര മന്ത്രി ഇപ്പോൾ അതിന് ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് വിശദീകരണം നൽകിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയം. നമ്മൾ പറയാൻ പോകുന്ന വിഷയം മറ്റതാണ്. അതായത് ഈ കേരളം പാകിസ്ഥാനാണോ അല്ലയോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു ബംഗ്ലാദേശി തീവ്രവാദിയെ പിടികൂടിക്കൊണ്ട് പോകുന്നത് 2 ദിവസം മുമ്പാണ് എന്നത് നമ്മൾ ഈ തരുണത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്നിതാ ബാംഗ്ലൂരിലെ NIA കോടതി ഒരു പ്രത്യേക വിധി നടത്തിയിരിക്കുന്നു. അവിടെ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് തീവ്രവാദിയായ ഷാഗുദുൽ ഇസ്ലാം എന്ന് പറയുന്ന ആളിനെ 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു NIA കോടതി. ബാംഗ്ലൂരിലെ NIA കോടതി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അയാൾക്ക് 57,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇയാൾ ബംഗ്ലാദേശുകാരനാണെന്നത് വ്യക്തമാണ്. ഈ ഷാഗുദുൽ ഇസ്ലാം എന്ന് പറയുന്ന ബംഗ്ലാദേശുകാരൻ 2005 ഇയാൾ ബംഗ്ലാദേശിൽ സ്ഫോടനം നടത്തി. അയാളുടെ തീവ്രവാദി ടീമിന്റെ നേതൃത്വത്തിലാണ് ഒരു സ്ഫോടനം നടത്തി. അത് കഴിഞ്ഞ് അവിടെ ചില ഛിദ്ര പ്രവർത്തനങ്ങൾ നടത്തി. അത് അവിടുത്തെ ഗവൺമെന്റ് ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണമൊക്കെ ശക്തമായപ്പോൾ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. ബംഗ്ലാദേശ് ബംഗാൾ വഴിയും ആസാം വഴിയാണ് ഇവർ നുഴഞ്ഞു കയറുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് 2014 ഈ ഷാഗുദുൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ട് അതേ പ്രവർത്തനം തന്നെ, തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്, ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അയാൾ ഇവിടെ ബംഗ്ലാദേശിലും അതുപോലെ ഇവിടുത്തെ പശ്ചിമ ബംഗാളിലും അതുപോലെ ആസാമിലുമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ക്യാൻവാസ് ചെയ്ത് പിടികൂടി എടുക്കുകയും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയും അവരെ തീവ്രവാദി പരിശീലനം കൊടുക്കുകയും അങ്ങനെ അവരെ തീവ്രവാദികളാക്കി മാറ്റുകയും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ അവർ സ്ഫോടനങ്ങൾ നടത്താൻ പ്ലാൻ ഇടുകയും ചെയ്തു. ഇതും നമ്മുടെ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലും ഒളിവിൽ പോകുന്നു. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നു. കേരളത്തിലും അയാൾ കുറെ കാലം താമസിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അവസാനം അയാളെ പിടികൂടുന്നു. വളരെ സമർത്ഥമായി തന്നെ ഇന്ത്യയിലെ അന്വേഷണ സംഘം പിടികൂടുകയും അയാളെ തടവിലാക്കുകയും ചെയ്തു. UAP നിയമമനുസരിച്ച് തടവിലാക്കുകയും ചെയ്തു. ഇപ്പോൾ NIA കോടതി അയാൾക്കെതിരെ കേസ് വിധിച്ചിരിക്കുകയാണ്. ഉത്തരവ് വന്നിരിക്കുന്നു, വിധി വന്നിരിക്കുന്നു. ഇയാൾ 7 വർഷം കഠിന തടവ് ഉണ്ട്, 57,000 രൂപ പിഴയും ഉണ്ട് എന്നാണ്. ഈ കഠിന തടവ് എന്നത് കുറച്ചും കൂടി കടുക്കേണ്ടതാണ്. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനം മറ്റൊരു രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്നിട്ട് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കി മാറ്റുകയും അവർക്ക് സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയെ വെറും 7 വർഷം കഠിന തടവല്ല കൊടുക്കേണ്ടത്, വധശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ രാജ്യവിരുദ്ധരെ അങ്ങനെയാണ് കാണേണ്ടത്. അതിന് രാജ്യത്ത് ജീവിക്കുന്നവനല്ല, അവൻ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവൻ്റെ രാജ്യത്ത് തകർക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വരികയും ഇന്ത്യയെ വീണ്ടും തകർക്കുകയും ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, മാന്യമായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ മത തീവ്രവാദം കയറ്റി വിട്ടിട്ട് മതരാഷ്ട്രവാദം കയറ്റി വിട്ടിട്ട് അവരെയും കൂടി നശിപ്പിച്ച് രാജ്യത്തെ നശിലമാക്കാൻ ശ്രമിച്ചവനാണ്. അവന് വെറും 7 വർഷം തടവ് കൊടുത്താൽ പോരാ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാസർഗോഡ് നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരുത്തനെ പിടികൂടിയിരുന്നു. അതും ബംഗ്ലാദേശുകാരനായിരുന്നു. അയാൾ 2018 മുതൽ കേരളത്തിൽ ഉണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ് പരിസരങ്ങളിലും ഉണ്ട് എന്നതാണ് ഇപ്പോൾ അയാളെ പിടികൂടിയ ആസാം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ആസാം പോലീസിന്റെ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇയാൾ ഇത്രയും കാലം താമസിച്ചിട്ടും നമ്മുടെ പോലീസിനോ നമ്മുടെ ഇന്റലിജൻസിനോ കേരളത്തിലെ ഇന്റലിജൻസിനോ ഈ ഇരട്ടച്ചങ്കുള്ള ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടത് വസ്തുതാപരമായ കാര്യമാണ്. അത് കാണേണ്ടത് തന്നെയാണ്. അതൊരു പ്രധാന വസ്തുത തന്നെയാണ്. പകൽ പോലെ വസ്തുവായിട്ട് നിൽക്കുന്നു. ഈ നമ്മുടെ ഇന്റലിജൻസ് എവിടെ പോയിരുന്നു? ഇവൻ ഈ ഒരു തീവ്രവാദി കേരളത്തിൽ താമസിച്ചിരുന്നപ്പോൾ അവൻ തേപ്പ് തൊഴിലാളിയായിട്ട്, തുണി തേപ്പ് തൊഴിലാളിയായിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നും അയാൾക്ക് 2018 മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ, ഉദുമയിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നതായിട്ടും ഇപ്പോൾ ആസാം പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവർ കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ. ഇയാള് ഛിദ്ര പ്രവർത്തനങ്ങൾ ഈ അൽ-ഖ്വയ്ദയുടെ ഒരു സ്ലീപ്പിംഗ് സെല്ലായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. അൽ-ഖ്വയ്ദയുടെ
ആശയങ്ങൾ കേരളത്തിലെ മുസ്ലിം യുവാക്കളിൽ പടർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഒരാളായിരുന്നു അസറുള്ള. അസറുള്ള ബംഗ്ലാ ടീം എന്ന ഒരു തീവ്രവാദി ടീമിന്റെ ഒരു അംഗമായിരുന്നു എന്നാണ് പറയുന്നത്. തീവ്രവാദി ടീമുകൾ ധാരാളം ഉണ്ട് കേട്ടോ, എണ്ണിയാൽ തിട്ടപ്പെടുത്താത്ത തീവ്രവാദി ടീമുകളാണ് ഈ രാഷ്ട്രം, ഇസ്ലാം മതരാഷ്ട്രം പറഞ്ഞ് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇത് അസറുള്ള ബംഗ്ലാ ടീം എന്നാണ് ഇയാളുടെ തീവ്രവാദ ഗ്രൂപ്പിന്റെ പേരെന്നാണ്. ഇയാള് ഷാബ് ഷെയ്ഖ് ആണ്, 32 വയസ്സുകാരനായ ഷാബ് ഷെയ്ഖിനെയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പിടികൂടിയത്. ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ബംഗ്ലാദേശുകാരനല്ല, എൻ്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ്, അമ്മ ബംഗ്ലാദേശുകാരനാണ്, എൻ്റെ സഹോദരിയെ ഇന്ത്യയിലാണ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്, കേരളത്തിൽ വന്നതെന്നാണ്. പക്ഷേ ആസാം പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഇയാൾ പറയുന്ന മുഴുവനും കള്ളമാണ്, ഇയാൾ പക്കാ ബംഗ്ലാദേശുകാരനാണ്, ഇയാൾക്ക് യാതൊരു ഇതില്ല. മാത്രമല്ല ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇയാൾക്ക് ഇന്ത്യയിൽ ഇലക്ഷൻ ID ഉണ്ട്, ആധാർ കാർഡും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് പറയുന്നത് ഇന്ത്യയിലുള്ള ഇലക്ഷൻ IDയും ഇന്ത്യയിലുള്ള ആധാർ കാർഡും എടുത്ത് കാണിച്ചതാ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അതെൻ്റെ കയ്യിൽ നിന്നും കാണാതെ പോയി, കളഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തികച്ചും ഒരു തീവ്രവാദിയുടെ ലക്ഷണങ്ങൾ. പിടികൂടപ്പെട്ടാൽ എങ്ങനെ അന്വേഷണ സംഘത്തിനെ കൺഫ്യൂഷൻ ആക്കാം എന്നത് അവർ നേരത്തെ തന്നെ പരിശീലിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കള്ളങ്ങൾ ഇയാൾ പറയുന്നത്. അത് അന്വേഷണ സംഘത്തിന് വ്യക്തമാണ്. പക്ഷേ അന്വേഷണ സംഘത്തെ കൺഫ്യൂഷനാക്കിയിട്ട് ഇയാൾ നിരപരാധിയാണോ, ഇയാൾ തീവ്രവാദിയാണോ എന്ന് നിഗമനത്തിലെത്താൻ പറ്റാത്ത തരത്തിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുക എന്നുള്ളതാണ് ഈ തീവ്രവാദി സംഘത്തിന്റെ ഒരു തന്ത്രം. അതാണ് ഈ ഷാബ് ഷെയ്ഖ്, ഷാഹുൽ ഷെയ്ഖ് അല്ല, ഷാബ് ഷെയ്ഖ് എന്ന് പറയുന്ന ഈ തീവ്രവാദം ചെയ്തിരിക്കുന്നു. എന്തായാലും ഇയാളെ ആസാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ഇയാളെ പിടികൂടിയതിന് ശേഷം ആസാം പോലീസ് ഇവിടെ വന്നിട്ട് വളരെ സമർത്ഥമായി ഇയാളെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇയാളെ പിടികൂടുന്നത്. പിടികൂടിയതിന് ശേഷമാണ് കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗം അറിയുന്നതും. ഇന്റലിജൻസ് വിഭാഗം അയാളെ പിന്നീട് ആസാം പോലീസിന്റെ അനുവാദത്തോടുകൂടി കേരള ഇന്റലിജൻസ് വിഭാഗം ഇവന്മാരെ ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്ന വിവരവും വരുന്നുണ്ട്. കേരള ഗവൺമെന്റും കേരള ഇന്റലിജൻസും ഒക്കെ എവിടെ പോയി ഉറങ്ങുകയായിരുന്നു? ഇത്രയും വലിയ തീവ്രവാദികൾ കേരളത്തിൽ ഇങ്ങനെ വളരെ സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ നമ്മുടെ ഈ പോലീസ് വകുപ്പ് എത്രമാത്രം അവിടെ ADGP ആരെ ആക്കണം, ADGP എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ആരെയെല്ലാം ഉയർത്തണം, അയാൾക്കെതിരെ നടപടി എന്തൊക്കെ വേണം, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. നമ്മുടെ ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് നയിക്കുന്ന ഭരണാധികാരികളുടെയും നോട്ടം അവിടെയൊക്കെയാണ്. തന്നെ എപ്പോഴും പിന്തുണച്ചുകൊണ്ട് തനിക്ക് തൻ്റെ മൂട് താങ്ങി എപ്പോഴും നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയെല്ലാം ഉയർന്ന സ്ഥാനങ്ങൾ കൊടുക്കാം എന്ന ചിന്തയല്ലാതെ ഭരണാധികാരിക്ക് രാജ്യത്തിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും തീവ്രവാദികൾ കേരളത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് അന്വേഷിക്കാനും സമയം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഈ കാസർഗോഡ് നിന്നും ഒരു ബംഗ്ലാദേശ് തീവ്രവാദിയെ ആസാം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.